الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا وهاجروا وجاهدوا في سبيل الله بأموالهم وأنفسهم أعظم درجة عند الله وأولئك هم الفائزون അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റ വർഷം 1446 നമ്മൾ പ്രവേശിക്കുകയാണ്. പുരാതന കാലം മുതൽ തന്നെ മനുഷ്യരിൽ കാലഗണന അനുവർത്തിച്ചു വരുന്നുണ്ട്. ഏതെങ്കിലും പുണ്യപുരുഷന്മാരുടെ ജനന മരണ ദിവസങ്ങളോ പ്രത്യേക സംഭവങ്ങളോ ഒക്കെയാണ് കാലഗണനയ്ക്ക് വേണ്ടി പുരാതന കാലം മുതൽ ആളുകൾ തിരഞ്ഞെടുത്തു പോന്നിട്ടുള്ളത്. ഇസ്ലാമിക ലോകത്ത് ഒരു കലണ്ടർ വേണമെന്നുള്ള ആശയം ഉരുത്തിരിയുന്നത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിലും അതിന്റെ ആലോചനാ വേളയിലും ഇത്തരം പല സംഗതികളും ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയുക്തനായതും പ്രവാചക ജനനവും അതുപോലെയുള്ള പലതും പരിഗണിക്കപ്പെട്ടുവെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിട്ടുള്ള ആ ചരിത്ര സംഭവത്തെയാണ് പരിഗണിക്കപ്പെട്ടത്. അതിനെ ന്യായമായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് അൽ ഹിജ്റ, പലായനം എന്ന് പറയുന്നത് ഫറഖത് ബൈനൽ ഹഖ് വൽ ബാത്തിൽ, അത് സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നുണ്ട്. അത് ഹക്കിനെയും ബാത്തിലിനെയും വേർതിരിക്കുന്ന ഒരു സംഗതി കൂടിയാണ് എന്നുള്ളത്. നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒന്ന് എന്ന് പറയുന്നത് നമ്മുടേതായ സംസ്കാരവും നമ്മുടേതായ സത്വവും നമ്മുടേതായ ചരിത്രവുമാണ്. അങ്ങനെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്ത ഇതിനെയൊക്കെ നമ്മൾ വിസ്മരിച്ചു കളഞ്ഞാൽ അതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് ദൂരവ്യാപകമായിട്ടുള്ള ദുരന്തമായിരിക്കും. നമുക്കുണ്ടാകുന്ന പ്രതാപം നമ്മിൽ നശിച്ചുപോകും. നമ്മൾ എന്ന് പറയുന്നത് കേവലം ഒരാൾക്കൂട്ടമായി പരിമിതപ്പെട്ടു പോകും. പുതിയ കാലഘട്ടത്തിൽ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അത്തരം ചില ഓർമ്മകൾ നമുക്ക് വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ ഓർത്തു വരാൻ നമുക്ക് സാധ്യതയുണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഹിജ്റ എന്ന് പറയുന്നത് ഇസ്ലാമിലെ ചരിത്രപ്രധാനമായ സംഭവം എന്നതിനേക്കാൾ ഉപരിയായി സമകാലിക സമൂഹത്തിൽ
ഏറെ പ്രസക്തമാണ് ആ ഹിജ്റയെ സംബന്ധിച്ചുള്ള പഠനവും വിലയിരുത്തലും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആമുഖമായി ഞാൻ ഓതി കേൾപ്പിച്ചത് ഖുർആനിലെ 9-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ സൂക്തമാണ്. ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് അല്ലദീന ആമനു വഹാജറു, വിശ്വസിക്കുകയും ദൈവിക മാർഗത്തിൽ ഹിജ്റ പോവുകയും ചെയ്ത ആളുകൾ, വജാഹദു ഫീ സബീലില്ലാഹി, പടച്ചവന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത ആളുകൾ, ബി അംവാലിഹിം വ അൻഫുസിഹിം, തങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും, അഅ്ലമു ദറജത്തൻ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തായ പദവിയുള്ളവരാണവർ, വ ഉലൈക ഹുമുൽ ഫായിസൂൻ, തീർച്ചയായും അവർ തന്നെയാണ് വിജയികളായിട്ടുള്ള ആളുകൾ. ഹിജ്റ പോയിട്ടുള്ള മുഹാജിറുകളായ ആളുകളെ അള്ളാഹു വിശേഷിപ്പിക്കുകയാണ്. അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ദറജയുള്ള ആളുകൾ. അസ്സാബിഖൂനൽ അവ്വലൂൻ, മുൻകടന്നവർ, മുന്നിൽ നിൽക്കുന്നവർ തന്നെ, മുന്നണിയിൽ നിൽക്കുന്ന ആളുകൾ തന്നെ എന്ന് പറയുന്നിടത്ത് പറയുന്നുണ്ട് മുഹാജിറുകളെ സംബന്ധിച്ച്. അപ്പൊ ഇസ്ലാമിക ശ്രേണിയിൽ അതിന്റെ ഒന്നാമത്തെ പ്രിയോറിറ്റി എന്ന് പറയുന്നത് മുഹാജിറുകൾക്കാണ്. സ്വന്തം നാടും വീടുമെല്ലാം വിട്ടുവെച്ചുകൊണ്ട് താൻ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തിനും ആദർശത്തിനും വേണ്ടി നാട് വിട്ടുപോവുക, അതൊരു വലിയ സംഭവമാണ് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ പ്രവാചകൻ മക്കയിലേക്ക് നോക്കിയിട്ടൊരു ഗദ്ഗതമുണ്ട് പ്രവാചകന്റെ. ഓ മക്ക, ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നീ. നിന്റെ ആളുകൾ എന്നെ ആട്ടിപ്പായിച്ചില്ലായിരുന്നുവെങ്കിൽ, അവരെന്നെ തിരസ്കരിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഈ നാട് വിട്ടുപോകുമായിരുന്നില്ല. താൻ ജനിച്ചു വളർന്ന നാടിനോടുള്ള പ്രവാചകന്റെ അങ്ങേയറ്റത്തെ അഭിനിവേശമാണ് ആ വാക്കിലൂടെ നമ്മൾ കേൾക്കുന്നത്. പല സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലും ആളുകൾ മരിച്ചു വീഴുന്നത് തങ്ങളുടെ പിറന്ന മണ്ണിന് വേണ്ടിയാണ്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ നമ്മൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടു പോകുന്ന ബ്രിട്ടീഷ് കോടതി അദ്ദേഹത്തോട് പറയുന്നുണ്ട്, മക്കയിൽ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കാമെന്ന്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രചോദിപ്പിക്കപ്പെടുന്ന സ്ഥലത്തേക്കാണ് അദ്ദേഹത്തെ പറഞ്ഞയക്കാമെന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് ഈ നാടിനെയാണ്. ആ നാട്ടിൽ മരിച്ചു വീഴാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതാണ് അതിന്റെ മാനസികമായൊരു തലം എന്ന് പറയുന്നത്. ഇസ്ലാമിലെ മദീന ഹിജ്റയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ 3 തലങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒന്നാമതായി കാലഗണനയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കാലമാണ്